മണ്ഡല പുനർനിർണയ ബില്ല് ചർച്ച ചെയ്യാൻ പ്രത്യേക സമ്മേളനമാകാമെന്ന് കേന്ദ്രം. സഭാസ്തംഭനം അവസാനിപ്പിക്കാനാണ് സർക്കാർ നീക്കം. 3 ദിവസത്തെ പ്രത്യേക സമ്മേളനമാണ് പരിഗണിക്കുന്നത്. ബസന്ത് ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, ഈ സമ്മേളന കാലയളവ് അറിയാമല്ലോ, എല്ലാ ദിവസങ്ങളും പ്രക്ഷുബ്ധമായിരുന്നു. സഭ അധിക സമയം ചേർന്നിട്ടില്ല. ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയ ബില്ലുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമ്മേളനം, അത് ഏത് അറിയിപ്പായിട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത്? ബസന്ത്, പ്രതീക്ഷിച്ചത് സർക്കാരിന്റെ ആലോചനയിലുള്ള ഒരു വിഷയം മാത്രമാണ്. അതായത് 13-ാം തീയതി സമ്മേളനം അവസാനിക്കുകയാണ്, വർഷകാല. ആ സമ്മേളനം അവസാനിച്ച ശേഷം വീണ്ടും 16-നോ 17-നോ വിളിച്ചു ചേർത്ത് ഒരു 3 ദിവസം മണ്ഡല പുനർനിർണയ ബില്ല്, അതോടൊപ്പം വനിതാ സംവരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ ആലോചനയിലുള്ളത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അഭിപ്രായമൊന്നും കോൺഗ്രസ് ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. 16, 17, 18 അല്ലെങ്കിൽ 17, 18, 19 തീയതികളിൽ ഡീലിമിറ്റേഷൻ ബില്ല് കണക്കിൽ പരിഗണിക്കുക എന്നുള്ളതാണ്. 3-2 ഭൂരിപക്ഷം സഭയിൽ വോട്ട് ചെയ്യുന്നവരുടെ ഇടയിൽ വേണം എന്നുള്ളതാണ് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്ന പ്രധാന കാര്യം. 540 എംപിമാരും വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ 360 പേരുടെ പിന്തുണ ബില്ലിന് വേണം. അതിപ്പോൾ ഇല്ല. NDAക്ക് ആകെ ഉള്ളത് 324 പേരുടെ പിന്തുണയാണ്. അല്ലെങ്കിൽ DMK പിന്തുണയ്ക്കാൻ ശ്രമിച്ചാൽ 22 DMK എംപിമാർ പിന്തുണയ്ക്കുകയാണെങ്കിൽ 346 മാത്രമേ ഉയരുകയുള്ളൂ. 14 പേരുടെ കുറവുണ്ട്. DMK ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, സമ്മേളനത്തിൽ നിന്നും സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണെങ്കിൽ 518 എംപിമാരെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ഇപ്പോഴും 3-2 ഭൂരിപക്ഷത്തിന് 345 വേണം. 21 പേരുടെ കുറവുണ്ട്. അപ്പോൾ ഇത് ലോക്സഭയിലെ കണക്കാണെങ്കിൽ രാജ്യസഭയിൽ സമാനമായ തരത്തിൽ എംപിമാരുടെ എണ്ണം ഒപ്പിക്കാൻ അവർക്ക് പ്രശ്നമാണ്. അതായത് നിലവിലുള്ള സാഹചര്യത്തിൽ 6 പേരുടെ കുറവുണ്ട്. DMK ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഒരാളുടെ ഭൂരിപക്ഷത്തിൽ ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ ബില്ല് പരിഗണനയ്ക്ക് എടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഉറപ്പൊന്നും പറഞ്ഞിട്ടുമില്ല.